ഒടുവിൽ 16 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സ്പെയിൻ ഫിഫ ലോകകപ്പിൽ മുത്തമിട്ടിരിക്കുകയാണ്. എങ്ങനെ പ്രതീക്ഷിച്ചോ സ്പെയിൻ കപ്പടിക്കും? അർജന്റീന അടിക്കൂലെന്ന് പറഞ്ഞാൽ അടിച്ചില്ല. ഈ ലോകകപ്പിൽ മെസ്സിയെ അതെ സ്പെയിനിന് മാത്രം ഡിസേർവിംഗ് ആയിട്ടുള്ള കപ്പായിരുന്നു ഇത്. സ്പെയിന്റെ അത്ര കിട്ടില്ല കളി, ഒന്നും പറയില്ല, രക്ഷയില്ല. അർജന്റീനയെ തൂഫാനാക്കി അടിച്ച്. ഒന്ന് പന്ത് പോലും മെസ്സിക്ക് കൊടുത്തില്ല എന്നുള്ളതാണ്. ഒന്ന് പന്ത് പോലും തട്ടാൻ കൊടുത്തില്ല. 3 വേൾഡ് കപ്പ് പറഞ്ഞിട്ടുള്ളത് ഒരു ഷോട്ട് അടിക്കാത്ത മറന്നുണ്ടാക്കാവുന്ന ഇവിടെ 16 വർഷത്തെ കാലത്ത് സ്പെയിന്റെ കപ്പ്. ഞാൻ നിൽക്കുന്നത് കാഞ്ഞിരകുളം ബൈപ്പാസിലാണ്. വലിയ ആവേശമാണ്. സ്പെയിൻ രണ്ടാമതും കിരീടം നേടിയതിൽ വലിയ ആവേശത്തോടെയാണ്. എങ്ങനെയുണ്ടായിരുന്നു കളി? എങ്ങനെയുണ്ടായിരുന്നു? അതിനുറേ വിജയം, അതികുറേ വിജയം പ്രതീക്ഷിച്ചിരുന്നു ആയിരുന്നു. നിഷ്പ്രഭമായിരുന്നു. ഇതൊന്നുമല്ല. എങ്ങനെയുണ്ടായിരുന്നു കളി? എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെ കളി ഇങ്ങനെ ജയിക്കുമെന്ന് സ്പെയിൻ ആരാധകരാണോ ശരിക്കും? തകർത്തു. പിന്നെ അല്ല വളരെ ആവേശകരമാണ്. കാരണം ആരാധകർ വളരെയധികം പ്രതീക്ഷിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. മെസ്സിയെ തൂക്കിയടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആരാധകർ എന്തായാലും പറയുന്നത്. ഫാൻസുകാരുടെ അഹങ്കാരത്തിന് കിട്ടിയതാണ് ഈ അടി. എങ്ങനെയുണ്ടായിരുന്നു കളി? സൂപ്പറായിരുന്നു. മെസ്സിയുടെ പെർഫോമൻസ് കാണണമായിരുന്നു. അർജന്റീനയുടെ വിജയ കൊടിയാണ്. അതെ, അർജന്റീനയാണ്. അർജന്റീനക്കൊപ്പമാണ് കൺഫേം. അർജന്റീനയുടെ പെർഫോമൻസ് ആണ് ഇതില്. തോറ്റുപോയാലും അവർ തിരിച്ചു വരും. അടുത്ത വേൾഡ് കപ്പിലായാലും തിരിച്ചു വരും. അടുത്ത വേൾഡ് കപ്പിൽ മെസ്സി ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ട്. ഉറപ്പായും ഉണ്ടാവും. മെസ്സി ഇല്ലാതെ വേൾഡ് കപ്പ് ഇല്ല. അടുത്ത എന്തായാലും സന്തോഷം അടക്കാൻ കഴിയുന്ന അവർക്ക് പകുതി വില 10 രൂപ. സ്പെയിന്റെയും അർജന്റീനയുടെയും ആരാധകർ പരസ്പരം ഇപ്പോൾ അവരുടെ ഈ ഒരു ഭാഗത്ത് സങ്കടങ്ങൾ കാണുകയാണെങ്കിൽ മറുഭാഗത്ത് സന്തോഷമാണ്. എന്തായാലും നീണ്ട 16 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഫിഫ ലോകകപ്പിൽ സ്പെയിൻ മുത്തമിടുന്നത്. അത് തങ്ങൾ പ്രതീക്ഷിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ ആഘോഷം തകർത്തു. എങ്ങനെയുണ്ട് അർജന്റീനയുടെ കളി? എങ്ങനെ നോക്കിക്കാണുന്നു? കളികളുള്ള പന്ത് തൊടാൻ പോലും അനുവദിച്ചില്ല. സത്യം തന്നെ. എല്ലാവരും മാർട്ടിനസ് ഇല്ലായിരുന്നുവെങ്കിൽ നേരത്തെ ഗോൾ അടിക്കുമായിരുന്നു. ഏതായാലും ലോകമെമ്പാടുമുള്ള മലയാളികൾ ഫിഫ ലോകകപ്പ് കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ആവേശകരമായ ഈ സ്പെയിനിന്റെ വിജയത്തെ ആഘോഷിക്കുകയാണ്. ഞാൻ ഇപ്പോഴുള്ളത് കാഞ്ഞിരകുളം ബൈപ്പാസിലാണ്. ഇവിടെ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഈ ആവേശകരമായിട്ടുള്ള പോരാട്ടത്തെ ഒറ്റുനോക്കുകയായിരുന്നു. എന്തായാലും സന്തോഷമാണ്. പിന്നെ സന്തോഷമല്ലാതെ അടിച്ച് തൂക്കി. തിരിച്ചുവരവ് സ്പെയിൻ ഗംഭീരമാക്കിയിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അരുൺ പാലോടിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.